ഇന്ന് ഞാൻ ആദ്യമായിട്ട് അമ്മയായ ദിവസമാണ്. അതായത് നമ്മുടെ നിയാക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, November 19th, ദ മോസ്റ്റ് ബ്ലെസ്ഡ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ നിയാക്കുട്ടിയും നിഹാനും വരുന്നത് കാത്ത് ഞാൻ നമ്മളുടെ ബെഡ്റൂമിൻ്റെ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവൾ വരുമ്പോൾ തന്നെ പോയി ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ആ സർപ്രൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്കും കാണണ്ടേ. അപ്പോൾ ദാ നിയാക്കുട്ടിയുടെ ബസ് വന്നു. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി അതിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി അവരിങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യിപ്പിച്ച് വിടും. എന്നിട്ട് തനിയാണ് ലിഫ്റ്റിൽ വരുന്നതിന് മുമ്പ് ഞാൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിടാനും ഈ ക്യാമറ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈം വേണമായിരുന്നു. അപ്പോൾ ദാ നിഹാൻകുട്ടനാട്ടോ ആദ്യം കയറി വന്നത്. എന്തോ ഉണ്ടെന്ന് മനസ്സിലായി ആശാനെ. കാര്യം ആ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നത് കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇച്ചിരി സൂം ചെയ്യാനായിട്ട് ഇച്ചിരി കുറഞ്ഞു പോയി. അത് കാരണമുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നാലും ബാക്കിയുള്ള വീഡിയോസിന് ആ പ്രശ്നമില്ല. അപ്പോൾ അതാ നിയാടെ സർപ്രൈസൊക്കെ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ കൊടുത്ത ഗിഫ്റ്റൊക്കെ ആയിട്ടോ വന്നേ. അപ്പോൾ അതാ നോക്കിയിട്ട് സന്തോഷമായി. നിയയ്ക്ക് ഇങ്ങനത്തെ സർപ്രൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ 13th ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു 13 ഗിഫ്റ്റ്സ്, ചെറിയ ചെറിയ ഗിഫ്റ്റ്സുകൾ വാങ്ങിച്ച് പാക്ക് ചെയ്ത് അതാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തത്. നിയുടെ ഫോട്ടോയും ലൈറ്റ്സും ഒക്കെ വെച്ച് ഞാനതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോഴത്തെ സന്തോഷം കണ്ടില്ലേ. അപ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നെ കേട്ടോ. ഇനി നമുക്ക് നിയാക്കുട്ടിയുടെ ഗിഫ്റ്റ്സ് കാണാം. ഞാനിത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് സുഷി ആട്ടോ. നിയായ്ക്ക് സുഷി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷെ നിയയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡായതുകൊണ്ട് ഞാൻ അത് അവൾക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, ഇങ്ങനെയാട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോരോ ഗിഫ്റ്റ്സും ബലൂൺസും പിന്നെ നിയയുടെ ഫോട്ടോയും അങ്ങനെ എത്ര ഗിഫ്റ്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറഞ്ഞപ്പം അത് എണ്ണി നോക്കുക കേട്ടോ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ സർപ്രൈസ് ഒരുക്കി വെക്കണം എന്ന് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചായിരുന്നു. കാരണം അല്ലാത്ത ടൈം മൊത്തം പിന്നെ നമ്മുടെ കൂടെ നിയാക്കുട്ടി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടൈമിൽ വിംചേട്ടൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷേ വിംചേട്ടന് ഓഫീസിൽ ഇച്ചിരി തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ വിംചേട്ടൻ്റെ ഗിഫ്റ്റ്സൊക്കെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ ഇനി വന്നു കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ്സ് എല്ലാം പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഗിഫ്റ്റ്സ് എല്ലാം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം നിഹാൻകുട്ടനായിരുന്നു. ഓരോ ഗിഫ്റ്റ്സും പൊട്ടിച്ചപ്പോഴത്തേക്കും എൻ്റെ കണ്ണനുണ്ടായ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനത് എത്രമാത്രം സന്തോഷത്തോടെയാണ് കണ്ടുകൊണ്ട് നിന്നെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ്സുകളാണെങ്കിൽ പോലും അത് സർപ്രൈസോട് കൂടി കൊടുക്കുമ്പോഴത്തേക്കും അവരത് ഒരുപാട് സന്തോഷിക്കുകയും അവരത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യും അല്ലേ. നിയ ചേച്ചിയുടെ ഗിഫ്റ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ നിയയ്ക്ക് അതിൻ്റെ സൈഡ് മനസ്സിലായില്ല. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കെയർ ചെയ്യുന്ന കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാലാഖയായി കടന്നു വന്ന ആളല്ലേ, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് ഏഞ്ചലിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചു. നിഹാൻകുട്ടന് ഇതേപോലത്തെ സ്ക്രാപ്പ് ബുക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ജേർണലിങ്ങും പിന്നെന്തോ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഡ്രോയിങ്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒട്ടിച്ചും പിടിച്ചും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലത്തെ കുറേ ഗിഫ്റ്റ്സൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. ഓർഗനൈസിങ്ങും വീക്കിലി പ്ലാനിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനൊരു വീക്കിലി പ്ലാനർ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇത് മുടിയിലൊക്കെ കിട്ടുന്ന ബാൻഡാട്ടോ, പല കളറിലുള്ള ഹെയർ ഒത്തിരി ഉള്ളതുകൊണ്ട് എനിക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് അതും വാങ്ങിച്ചു. എന്തോ വൈറ്റ് കളറിലെ പെൻസിലും അതിൻ്റെ ബ്ലാക്ക് ഷീറ്റ്സും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇടയ്ക്ക്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്നറിയാനായിട്ടാണ് എൻ്റെ ഈ കുഞ്ഞു ചെറുക്ക ഇതിലെല്ലാം ഓടി നടക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ അവന് അത്ഭുതമാണ്, ഇതൊക്കെ എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഈ സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, പൊട്ടുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ അത് കൈവച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിസേഴ്സ് എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുക. എനിക്കൊരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞ് നിയാക്കുട്ടിയെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ച് നിയാക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കീ ചെയിൻ മേടിച്ചതാട്ടോ ഇത്. ഇത് എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിഹാനാട്ടോ ഹെൽപ്പ് ചെയ്തത്. ക്യാൻഡിൽസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നിഹാൻകുട്ടി. കാരണം കുഞ്ഞ് ക്യാൻഡിൽ വാങ്ങിച്ച നിഹായ്ക്ക് സ്മെൽ ഇഷ്ടപ്പെട്ടു. നിഹാൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ കാണാം.
അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. റെനിഹ, ഇതിൽ കുറച്ച് ഗിഫ്റ്റ്സ് ഞാൻ ആദ്യം വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂടെ നിഹാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ വന്ന് ചോദിക്കുന്നത് അതാണോ ഇതാണോ എന്നൊക്കെ. കാണിച്ചതിനെ കൊണ്ട് നിഹാൻ. ഇപ്പം ഈ മുഖത്ത് കാണുന്ന സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു ബുക്ക് കിട്ടിയില്ലേ, അതിൻ്റെ സന്തോഷമാണ്. ലാസ്റ്റ് ഗിഫ്റ്റാണോ? അതൊരു ബാത്റൂമായിരുന്നു കേട്ടോ. അപ്പോൾ അത് വളരെ കംഫർട്ടായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഗിഫ്റ്റ്സും നിയാക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫൈനലി എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ്. ഹാപ്പി? എന്തോരം ഹാപ്പി? അപ്പോൾ ഇതൊക്കെ നിയാടെ ഫ്രണ്ട്സ് ഗിഫ്റ്റായിട്ട് കൊടുത്ത കേട്ടോ. ഇതെല്ലാം എന്നെ കാണിച്ച് ഭയങ്കര എക്സ്പ്ലനേഷനും ഭയങ്കര ഹാപ്പിനെസ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുകുട്ടന് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അങ്ങനെ അവനുള്ള ഒരു റിട്ടേൺ ഗിഫ്റ്റും ചേച്ചി കൊണ്ടുവന്ന് കൊടുത്തു. ഒരു ഗണ്ണിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് പിന്നെ എന്ത് ടോയ് കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. കാറാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം എങ്കിലും ഇതും ഇഷ്ടപ്പെട്ടു. റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പപ്പിച്ചി വന്നിട്ട് പപ്പിച്ചിയുടെ വക ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.